ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് 2022 ക്വസ്റ്റ്യൻ പേപ്പറിലെ ബി പാർട്ടിലെ ക്വസ്റ്റ്യനാണ് 10th ക്വസ്റ്റ്യൻ. കൺസോളിഡേഷനുമായി ബന്ധപ്പെട്ട 10th ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യം നോക്കാൻ പോണേ കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കിയാലോ. എച്ച് ലിമിറ്റഡ് അക്വയേർഡ് 20,000 4/5 ആണ് ഇക്വിറ്റിയുടെ ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 20,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് എസ് ലിമിറ്റഡ് ഓഫ് ₹100 each ഓൺ 31st March 2020. അപ്പോൾ 20,000 ഷെയറാണ് എക്വയർ ചെയ്തേക്കണത്. എത്രയാണ് അവരുടെ ടോട്ടലിൻ്റെ 4/5 ഷെയർസും എച്ച് ലിമിറ്റഡ് എക്വയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് 31 മാർച്ച് 2020 എക്വയർ ചെയ്തിരിക്കുന്നത്. ദ ബാലൻസ് ഷീറ്റ് ഓഫ് എച്ച് ലിമിറ്റഡ് ആൻഡ് എസ് ലിമിറ്റഡ് ആസ് ഓൺ 31st March 2021 തന്നിട്ടുണ്ട്. അതിൽ എച്ച് ലിമിറ്റഡിനും എസ് ലിമിറ്റഡിൻ്റെയും ഡാറ്റകൾ നോക്കിയ ഈക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് തന്നിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് തന്നിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് അതിൽ നോക്കിയേ. ഇക്വിറ്റി ഷെയർസ് 80 ലക്ഷമുണ്ട്, 25 ലക്ഷമുണ്ട്. റിസർവ് ആൻഡ് സർപ്ലസ് 30 ലക്ഷമുണ്ട്, 5 ലക്ഷമുണ്ട്. സർപ്ലസ് അക്കൗണ്ടിൽ അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എസ് ലിമിറ്റഡിൻ്റെ 1 ലക്ഷം ആവില്ല, അത് 10 ലക്ഷം ആവും. ഓക്കെ, 10 ലക്ഷം എച്ച് ലിമിറ്റഡിലും എസ് ലിമിറ്റഡിൻ്റെയിലും 10 ലക്ഷം തന്നെ വേണം, എന്നാലേ ബാലൻസ് ഷീറ്റ് അത് ടാലി ആവുള്ളൂ. അതുപോലെ തന്നെ 10 ലക്ഷം അത്യാവശ്യമാണ്. പ്രോഫിറ്റ് നിന്ന് എടുത്തിട്ടാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് കണ്ടേ മതിയാവുള്ളൂ. അതുകൊണ്ട് അവിടുത്തെ അവിടെ 10 ലക്ഷമാണ് അവിടെ വരിക കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തോളൂ. ക്വസ്റ്റ്യൻ ആ ഒരു മിസ്റ്റേക്ക് ഉണ്ട് ക്വസ്റ്റ്യനിൽ, അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്തത്. ഇനി കറണ്ട് ലയബിലിറ്റിയിൽ ക്രെഡിറ്റേഴ്സ് 20 ലക്ഷം ഉണ്ട്. അതുപോലെ തന്നെ എസ് ലിമിറ്റഡിന് 5 ലക്ഷം ഉണ്ട്. അപ്പോഴാണ് നോക്കിയത് എസ് ലിമിറ്റഡിൻ്റെ 25ഉം 5ഉം 30ഉം 10ഉം വരുമ്പോഴാണ് 40 വരുള്ളൂ. 40ഉം 5ഉം 45 ലക്ഷം വരുള്ളൂ. അപ്പോഴാണ് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ അത് കറക്റ്റായില്ലേ. എച്ച് ലിമിറ്റഡിൻ്റെ കറക്റ്റാണ്. 1,40,00,000 അത് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത അസറ്റ് സൈഡ് നോക്കാം. അസറ്റ് സൈഡിൽ കറണ്ട് അസറ്റിൽ ഫിക്സഡ് അസറ്റ് ഉണ്ട്. എത്രയൊക്കെയാണ്? 70 ലക്ഷവും 25 ലക്ഷവും ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിൽ 3 ലക്ഷം 30 ലക്ഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കിടക്കുന്നത്. 20,000 ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്. എസ് ലിമിറ്റഡിൻ്റെ 20,000 ഷെയർ 30 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആര് വാങ്ങിച്ചിരിക്കുന്നത്? എച്ച് ലിമിറ്റഡ് വാങ്ങിച്ചിരിക്കുന്നത്. കറണ്ട് അസറ്റ്സ് രണ്ടിലും 40ഉം 20ഉം തന്നിട്ടുണ്ട്. എന്താ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ചെറിയ ക്വസ്റ്റ്യൻ ആണ്. എസ് ലിമിറ്റഡ് ഹാഡ് എ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ₹5 lakh ഇൻ ദ റിസർവ് ആൻഡ് ₹2 lakh ഇൻ ദ സർപ്ലസ് അക്കൗണ്ട് വെൻ എച്ച് ലിമിറ്റഡ് എക്വയേഴ്സ് ദ ഷെയർസ് ഇൻ എസ് ലിമിറ്റഡ്. കണ്ടോ, എച്ച് ലിമിറ്റഡ് എസ് ലിമിറ്റഡിൻ്റെ ഷെയർസ് വാങ്ങിക്കുന്ന സമയത്ത് എസ് ലിമിറ്റഡിൻ്റെ റിസർവ് 5 ലക്ഷം ഉണ്ട്. ഇപ്പോഴും 5 ലക്ഷം അവിടെ കിടക്കുന്നത്. അപ്പോൾ ആ റിസർവാണത് 5 ലക്ഷം ഉണ്ട്. അതുപോലെ തന്നെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ 2 ലക്ഷം ബാലൻസ് കിടക്കുന്നുണ്ട്. ഓക്കെ, അത് അപ്പോൾ പി ആൻഡ് എല്ലിൽ 10 ലക്ഷത്തിൽ 2 ലക്ഷം ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന് അർത്ഥം. അത് വാങ്ങിക്കുന്ന സമയത്തുള്ള ഓപ്പണിംഗ് ബാലൻസ് ആണ്. അതുപോലെ തന്നെ റിസർവിൽ 5 ലക്ഷം. അപ്പോൾ രണ്ടും എന്തായിട്ട് വരും? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് വരും. കാരണം പർച്ചേസ് ചെയ്യുന്ന സമയത്തിന് മുമ്പ് അതുവരെയുള്ള പ്രോഫിറ്റിനെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും, പർച്ചേസ് ചെയ്തതിന് ശേഷം തൊട്ടിട്ട് ഇതുവരെ ഇന്നത്തെ ബാലൻസ് ഷീറ്റ് വരെയുള്ള, അതായത് ലാസ്റ്റ് ബാലൻസ് ഷീറ്റ് വരെയുള്ള പ്രോഫിറ്റിനെ നമ്മൾ റവന്യൂ പ്രോഫിറ്റ് എന്നാണ് പറയുക. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണെന്ന് മനസ്സിലാക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്ത എന്താ പറയണേ നോക്കിയേ. എസ് ലിമിറ്റഡ് ഇഷ്യൂഡ് ബോണസ് ഷെയർസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. 1 for every 5 shares held out of പോസ്റ്റ് എക്യൂസിഷൻ പ്രോഫിറ്റ്. കണ്ടോ, അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നോക്കൂ എന്താ പറഞ്ഞിരിക്കുന്നത്. എസ് ലിമിറ്റഡ് ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഇതിന് മുമ്പിലത്തെ 2 പ്രോബ്ലംസ് നമ്മൾ നോക്കിയപ്പോൾ അതിൽ നമ്മൾ പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുള്ള കൺസോളിഡേഷൻ്റെ ക്വസ്റ്റ്യനും കണ്ടു. അതുപോലെ ഡിവിഡൻറ്റ് പെയ്ഡിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുള്ള കൺസോളിഡേഷൻ്റെ ക്വസ്റ്റ്യനും കണ്ടു. അത് രണ്ടും നമ്മൾ മുമ്പിലത്തെ 2 ക്വസ്റ്റ്യനായിട്ട് നമ്മൾ മുമ്പിലത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് ബോണസ് ഷെയർ ആണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അറ്റ് 1 for every 5 ഷെയർസ്. കണ്ടോ, 5 ഷെയർ ഉള്ള ആൾക്ക് ഒരു ബോണസ് ഷെയർ എന്നുള്ള രീതിയിൽ എസ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എത്രയാണ് നോക്കി അതിൽ എവിടെ നിന്നാണ് എടുത്ത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഹെൽഡ് ഔട്ട് ഓഫ് പോസ്റ്റ് എക്യൂസിഷൻ പ്രോഫിറ്റ്. അപ്പോൾ ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള ഫണ്ട്
ഫണ്ട് റൈസ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് എക്യൂസിഷൻ പ്രോഫിറ്റിൽ നിന്നാണ്. അതായത് എക്യൂസിഷൻ ടൈമിലുള്ള 2 ലക്ഷം ഒന്നും തൊടേണ്ട വന്നിട്ടില്ല എന്നർത്ഥം. അതിന് ശേഷമുള്ള പ്രോഫിറ്റിൽ നിന്നാണ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1 ലക്ഷമല്ല അവിടുത്തെ ഷെയർ സർപ്ലസ് അക്കൗണ്ട്, അത് 10 ലക്ഷമാണ്. എന്നാലേ നമ്മുടെ ബാലൻസ് ഷീറ്റും ടാലി ആവുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടോ. ഇനി പ്രിപ്പയർ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരൊറ്റ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ബി പാർട്ടിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അത് കൃത്യമായിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കണം. ഒറ്റ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സ്റ്റെപ്പുകൾ മുഴുവൻ നമ്മൾ ചെയ്യണം. നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ടാവും നിങ്ങൾക്കെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയാണ് സ്റ്റെപ്പുകൾ? ആദ്യം തന്നെ ഡിവിഷൻ ഓഫ് ഷെയർ അതെങ്ങനെയാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് നോക്കണം. എത്രയൊക്കെയാണ് ഡിവിഷൻ ഓഫ് ഷെയർ വന്നിരിക്കുന്നത് നോക്കിയാൽ ഷെയർ ഹോൾഡിംഗ് കണ്ടുപിടിക്കണ്ടേ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് 1 ഷെയർ ഹോൾഡിംഗ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഷെയർ ഹോൾഡിംഗ് രണ്ടുപേരുടെയും രണ്ടുപേര്, ഒന്ന് നമ്മുടെ എച്ച് ലിമിറ്റഡും 2 നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും. കാരണം എച്ച് ലിമിറ്റഡ് മുഴുവൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എത്രയാണ് വരിക നോക്കിയേ. എച്ച് ലിമിറ്റഡിൻ്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 4/5 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കണ്ടോ, 20,000 ഷെയർസാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 25 ലാക്കിലെ മൊത്തം വാല്യൂ 25 ലാക്ക് ഡിവൈഡഡ് ബൈ എത്രയാണ് 100 ആണ് ഒരെണ്ണത്തിൻ്റെ വില. അപ്പോൾ 25,000 ഷെയർസിൽ 20,000 ഷെയർസും ആര് വാങ്ങിച്ചിരിക്കുന്നു? എച്ച് വാങ്ങിച്ചിരിക്കുന്നു. അതാണ് 4/5. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റാളുടെ കണ്ടുപിടിച്ചൂടെ? നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ആൾക്കാരുടെ കണ്ടുപിടിച്ചൂടെ? എത്രയാണ്? 1/5. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് നടത്തി കൊടുക്കണം. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, എങ്ങനെ? 2 രീതിയിൽ ഡിവൈഡ് ചെയ്യണം. ഒന്ന് നമ്മുടെ ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും റവന്യൂ പ്രോഫിറ്റ് എന്നും കണ്ടുപിടിക്കണം. 2 അതിൽ എച്ചിൻ്റെ പോർഷൻ എത്ര, പിന്നെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റിൻ്റെ പോർഷൻ എത്ര എന്ന് കണ്ടുപിടിക്കണം. ഇപ്പോൾ എല്ലാ കണക്കിലും കൺസോളിഡേഷൻ്റെ ഇതേ പാറ്റേണാണ് നമ്മൾ ചെയ്തു പോവുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് പഠിക്കണം. എല്ലാ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് 1-2 ക്വസ്റ്റ്യൻ കൺസോളിഡേഷൻ എന്ന് വരുന്നുണ്ട്. അപ്പോൾ പഠിച്ചിട്ട് വേണം പോവാൻ. ഇപ്രാവശ്യം അങ്ങനെ വരട്ടെ അല്ലേ? അപ്പോൾ അതല്ലേ നല്ലത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ക്യാപിറ്റൽ പ്രോഫിറ്റും അതുപോലെ തന്നെ രണ്ടാമത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റവന്യൂ പ്രോഫിറ്റും. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ റിസർവിൽ ഓപ്പണിംഗ് ബാലൻസ് എത്ര കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ 5 ലക്ഷം രൂപ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ റിസർവിൽ 5 ലക്ഷം തന്നെ കിടക്കണം. അല്ലെ ഓപ്പണിംഗ് ബാലൻസ് ആണെന്ന്. അപ്പോൾ അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലേ? 5 ലക്ഷം രൂപ. മനസ്സിലായോ? അതായത് ഇത് പർച്ചേസ് ചെയ്യുന്ന സമയത്തെ അതായത് ജനറൽ റിസർവിൽ 5 ലക്ഷം രൂപ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. പിന്നെ P&L അതായത് റിസർവിൽ സാധാരണ P&L സർപ്ലസ് അക്കൗണ്ട്, P&L എന്നല്ല ഇവിടെ പറഞ്ഞേക്കണേ, എന്താ പറഞ്ഞേക്കണേ? സർപ്ലസ് അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 2 ലക്ഷവും അത് രണ്ടുമാണ് നമ്മുടെ എന്തെന്ന് പറയണത്? ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ 7 ലക്ഷമാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്ലിയർ ആയോ? ക്യാപിറ്റൽ പ്രോഫിറ്റ്. അപ്പോൾ റവന്യൂ പ്രോഫിറ്റ് എത്രയാണ് നമുക്കൊന്ന് അറിയണ്ടേ? അത് നമുക്കൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത് നോക്കിയേ, മൊത്തം പ്രോഫിറ്റ് 10 ലക്ഷമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 ലക്ഷം എന്താണ്? നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആണ്. അപ്പോൾ ബാക്കിയുള്ളതാണ് നോക്കിയേ. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്തു. റവന്യൂ പ്രോഫിറ്റ് കണ്ടുപിടിക്കുകയാണ്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അഥവാ സർപ്ലസ് കേട്ടോ. ഇനി ഡൗട്ട് വേണ്ട. ടോട്ടൽ പ്രോഫിറ്റ് അഥവാ സർപ്ലസ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റിൽ 10 ലക്ഷമാണ്. ഓക്കെ, 10 ലക്ഷമാണ്. അതിൽ നമ്മുടെ ഓപ്പണിംഗ് സർപ്ലസ് ഉണ്ടായിരുന്നത് എത്രയാണെന്ന് നോക്കിയേ? 2 ലക്ഷമാണ്. അപ്പോൾ ബാക്കി എത്രയുണ്ട്? ബാക്കി 8 ലക്ഷം ഉണ്ട്. ആ 8 ലക്ഷവും റവന്യൂ പ്രോഫിറ്റാണ് അല്ലേ? ആ 8 ലക്ഷമാണ് ഇക്കൊല്ലത്തെ റവന്യൂ പ്രോഫിറ്റ്. പക്ഷേ ഇതിൽ ബോണസ് ഷെയറിന് കാശ് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് ബാക്കിയുള്ളത് റവന്യൂ പ്രോഫിറ്റ് അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബോണസ് ഷെയറിൻ്റെ എത്രയാണെന്ന് നോക്കണം. അപ്പോൾ എന്തും കൂടി ലെസ് ചെയ്യണമെന്ന് ബോണസ് ഷെയർ കാശെടുത്ത് മാറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ബോണസ് ഷെയറിൻ്റെ കാശ് എത്രയാണെന്ന് നോക്കാം. ബോണസ് ഷെയർ എത്ര ഇഷ്യൂ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നോക്കിയേ. 1 ഷെയർ കൊടുത്തു ഫോർ എവരി 5 ഷെയർസ് ഹെൽഡ്. 5 ഷെയർ ഉള്ള ആൾക്ക് 1 ഷെയർ. അപ്പോൾ മൊത്തം നമ്മുടെ കമ്പനിയിൽ എത്ര ഷെയർ ഉണ്ട്? എസ് ലിമിറ്റഡിൻ്റെ മൊത്തം എത്ര ഷെയർ ഉണ്ട്? 25,000 ഷെയറാണ് നമുക്ക് മൊത്തം. 25 ലക്ഷം ഷെയറാണ് നമുക്ക് മൊത്തം ഉള്ളത് എസ് ലിമിറ്റഡിൽ. അത് 1 ഷെയറിൻ്റെ വില 100 രൂപയാണ്. അതിൻ്റെ അർത്ഥം എത്രയാണ്? 25,000 ഷെയറാണ് മൊത്തം ഉള്ളത്. അപ്പോൾ നമ്മൾ ബോണസ് ഷെയർ കണ്ടുപിടിക്കാൻ പോവുക.
25,000 ഷെയറുള്ള 5 ഷെയറുള്ള ആൾക്ക് 1 ഷെയർ. മനസ്സിലായോ എങ്ങനെയാണ് വന്നേക്കണേന്ന്? 5 ഷെയർസ് ഉള്ള ആൾക്കാണ് 1 ഷെയർ കൊടുക്കും എന്നവർ തീരുമാനം എടുത്തിരിക്കുന്നത്. അതും പോസ്റ്റ് പ്രോഫിറ്റ് എന്നാണ് ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 25,000 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു 1. ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് എത്ര കൊടുക്കണം? 5,000 അല്ലേ? എന്താണ് 5,000 അല്ലേ വരിക? 5,000 എണ്ണം. 5,000 എണ്ണം ഒരെണ്ണത്തിന് എത്ര വിലയാണ്? 100 രൂപയല്ലേ വില? അപ്പോൾ ഒരെണ്ണത്തിന് 100 രൂപ എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ എത്ര രൂപ ഇതെന്ന് മാറ്റണം? 5 ലക്ഷം രൂപ നമ്മൾ മാറ്റണം. ബോണസ് ഷെയറിൻ്റെ കാശ് 5 ലക്ഷം മാറ്റണം. ബാക്കിയുള്ള റവന്യൂ പ്രോഫിറ്റ് എത്രയെന്ന് നോക്കിയേ. ബാക്കിയുള്ള റവന്യൂ പ്രോഫിറ്റ് 3 ലക്ഷമാണ്. കണ്ടോ? 3 ലക്ഷം അല്ലേ ബാക്കിയുള്ള റവന്യൂ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാനുള്ള റവന്യൂ പ്രോഫിറ്റ് 3 ലക്ഷമാണ്. ക്ലിയർ ആയോ? റവന്യൂ പ്രോഫിറ്റ് എത്ര കിട്ടിയെന്ന്? റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ ഇവിടെ. അതെ, സർപ്ലസ് ഇവിടെ എല്ലാം എഴുതേണ്ടത് 3 ലക്ഷം ഇവിടെ. ക്ലിയർ ആയോ? ഇനി ഇത് അപ്പോൾ 3 ലക്ഷം. അപ്പോൾ അതും ക്ലിയർ ആയി നമുക്ക്. ഓക്കെ, ഇനി ഈ പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യണം? 2 പേർക്കും വീതിച്ചു കൊടുക്കണം. ഏത് റേഷ്യോയിൽ? 4/5 1/5 നമ്മൾ വീതിച്ചു കൊടുക്കുകയാണ് കേട്ടോ. 2 പേർക്കും കൂടി വീതിച്ചു കൊടുക്കുമ്പോൾ ഓരോരുത്തർക്കും കിട്ടുന്ന കാശ് എത്രയാണ് നമുക്കൊന്ന് കണ്ടുപിടിക്കണ്ടേ? നമ്മൾ വീതിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ വീതിക്കാം. എന്നാണ് ആദ്യത്തെ ഓക്കെ എച്ച് ലിമിറ്റഡിൻ്റെ ഷെയർ നമുക്ക് നോക്കാം കേട്ടോ. 7 ലക്ഷത്തിൻ്റെ മുകളിൽ എത്രയാ? 4/5 അല്ലേ? എച്ച് ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ്. എച്ച് ലിമിറ്റഡ് 7 ലക്ഷത്തിൻ്റെ മുകളിൽ എത്ര വരും? 4/5 എച്ച് ലിമിറ്റഡിന് വരും. സർപ്ലസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്താണ്? എച്ച് ലിമിറ്റഡിന് 4/5 വരും. അപ്പോൾ എത്രയാണ് നോക്കിയേ? എച്ച് ലിമിറ്റഡിൻ്റെ 4/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൗ മച്ച് എന്ന് നമുക്ക് കണ്ടുപിടിച്ചൂടെ? നമ്മുടെ എന്താണ് 5 ലക്ഷം അല്ലേ? സോറി, എത്രയാണ് വരണേ? 5,60,000. 5 ലക്ഷം അല്ല കേട്ടോ, 5,60,000 വരണത്. ഓക്കെ, എച്ച് ലിമിറ്റഡിന് കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ളതാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. അപ്പോൾ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് വരുന്നത് എത്രയാണ് നോക്കിക്കോ. 7 ലക്ഷത്തിൻ്റെ മുകളിൽ എത്രയാ? 1/5 ഭാഗം 5,60,000 കഴിച്ച് ബാക്കി. അപ്പോൾ എത്ര വരണേ? 5,60,000 കഴിച്ചിട്ട് 1,40,40,000. ശരിയല്ലേ? 1,40,40,000. അപ്പോൾ നോക്കിയേ, അവരുടെ ഷെയർ മനസ്സിലായല്ലോ. 5,60,000 1,40,40,000 ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടെ എത്രയാണ് വരിക നോക്കി നോക്കിയേ. 3 ലക്ഷത്തിൻ്റെ 4/5 2,40,40,000 അല്ലേ? 2,40,40,000 അല്ലേ വരണത്. മറ്റേത് എത്രയാണ് വരണേ നോക്കുക. എന്താണ്? 60,000. കറക്റ്റായില്ലേ? 60,000. അപ്പോൾ ഇതെങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായല്ലോ. 3 ലക്ഷത്തിൻ്റെ മുകളിൽ 4/5 ഭാഗവും ഇത് 3 ലക്ഷത്തിൻ്റെ മുകളിൽ എത്രയാ? 1/5 ഭാഗവും. ക്ലിയർ ആയോ ഓരോന്നിൻ്റെയും? അപ്പോൾ ഇതാണ് നമ്മൾ എന്തായിട്ട് പറഞ്ഞിരിക്കുന്നത്? ക്യാപിറ്റൽ പ്രോഫിറ്റ് ഡിവിഷൻ നമ്മൾ കഴിഞ്ഞു. റവന്യൂ പ്രോഫിറ്റ് ഡിവിഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. അത് 2 പേർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. റവന്യൂ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ടോട്ടൽ സർപ്ലസ് നമ്മുടെ കയ്യിൽ 10 ലക്ഷം. അതിൽ 2 ലക്ഷം നമ്മൾ ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ആ 2 ലക്ഷം കുറച്ച് ബാക്കി 8 ലക്ഷം. 8 ലക്ഷത്തിൽ നിന്ന് ബോണസ് ഷെയറിന് വേണ്ടിയിട്ടുള്ള കാശ് മാറ്റി ബാക്കി 3 ലക്ഷം. ആ 3 ലക്ഷം 2 പേർക്കും വീതിച്ചു കൊടുത്തു. ക്ലിയർ ആയോ? അപ്പോൾ അത്രയും. ഇനി നമുക്ക് ഡിവിഷൻ ഓഫ് പ്രോഫിറ്റ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഗുഡ് വിൽ അഥവാ എന്ത് കണ്ടുപിടിക്കണം? ക്യാപിറ്റൽ റിസർവ് കണ്ടുപിടിക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോവാണ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ. 3ാമത്തെ സ്റ്റെപ്പിൽ കേട്ടോ. കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ അഥവാ ക്യാപിറ്റൽ റിസർവ്. എപ്പോഴും ഗുഡ് വിൽ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ എന്താവാം? ക്യാപിറ്റൽ റിസർവ് ആവാം. നമുക്ക് എന്താ വരുന്നത് നമുക്ക് നോക്കാം. ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ സമയത്തും ഒരേ ഓർഡർ തന്നെയാണ്. നമ്മൾ പർച്ചേസ് ചെയ്യാൻ കൊടുത്ത കാശ് മൈനസ് അതിൻ്റെ ഫേസ് വാല്യൂ മൈനസ് കിട്ടിയ എന്താണ്? ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഷെയർ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് ചെയ്യാൻ. നോർമലി അത്രയാണ് വരിക. പിന്നെ എക്സ്ട്രാ ഉള്ള കണക്കുകളിലേ എക്സ്ട്രാ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇവിടെ എക്സ്ട്രാ ഉണ്ട്, ബോണസ് ഷെയർ ഉണ്ട്, അപ്പോൾ അത് വരും. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ്? പർച്ചേസ് പ്രൈസ് എത്രയാണ്? അപ്പോൾ നമുക്ക് നോക്കിയേ. പർച്ചേസ് പ്രൈസ് എത്രയാ? പർച്ചേസ് പ്രൈസ് എത്ര രൂപ കൊടുത്തിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്തേക്കണേ നോക്കിയേ. അവരുടെ ഷെയർ 30 ലക്ഷം കൊടുത്തിട്ട്. അപ്പോൾ പർച്ചേസ് പ്രൈസ് ഞാൻ 30 ലക്ഷം എഴുതി. ഓക്കെ, അതന്നെ ലെസ്
ഫേസ് വാല്യൂ ഓഫ് ഷെയർ എത്രയാണെന്ന് നോക്കി നോക്കിയേ. ഇന്നാണ് വാങ്ങിച്ചിരിക്കുന്ന 20,000 ഷെയർ അല്ലേ, ഒരു 20,000 ഷെയറാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ. ആ 20,000 ഷെയറിന് 100 അല്ലേ നമുക്ക് വില. അപ്പോൾ 20,000 × 100 20 ലക്ഷമാണ് ഫേസ് വാല്യൂ. അപ്പോൾ 20 ലക്ഷമുള്ള സാധനമാണ് നമ്മൾ എത്ര രൂപ കൊടുത്ത് വാങ്ങിച്ചത്, 30 ലക്ഷം കൊടുത്ത് വാങ്ങിച്ചത്. അപ്പോൾ 10 ലക്ഷം ഇവിടെ ബാക്കിയിരിക്കുന്നുണ്ട്. അതെന്നാൽ ലെസ് എന്ത് കുറയ്ക്കണം, ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കി നോക്കുക. നമുക്കുള്ള ഷെയർ, നമുക്കെന്ന് പറഞ്ഞാൽ എച്ചിനുള്ള ഷെയർ, ക്യാപിറ്റൽ പ്രോഫിറ്റിൽ എച്ചിനുള്ള ഷെയർ എത്രയാണ്, 5,60,000. അപ്പോൾ നമ്മൾ എന്ത് കുറച്ചു, 5,60,000 കുറച്ചു. ഓക്കെ, അത് മാത്രം കുറച്ചാൽ പോരാ, 5,60,000 കുറച്ചാൽ ബാക്കി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്കി കണ്ടുപിടിച്ച് വയ്ക്കാം. 4,40,000 ശരിയായില്ലേ. അതൊന്ന് നമ്മൾ എന്തും കൂടി കുറയ്ക്കണം, ലെസ് എന്താണ് ഈ കമ്പനിയിൽ നിന്ന് കിട്ടിയ നമുക്ക് അടുത്തൊരു ബെനഫിറ്റ് ഉണ്ടല്ലോ, എന്താ, നമ്മുടെ ബോണസ് ഷെയറിൻ്റെ പോർഷൻ, അതും നമ്മൾ ഇവിടെ നിന്ന് കുറച്ചിരിക്കണം. മറക്കരുത് കേട്ടോ. ബോണസ് ഷെയറിൻ്റെ പോർഷൻ എത്രയാണ്, ബോണസ് ഷെയറിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പോർഷൻ എന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഇവിടെ മൊത്തം ബോണസ് ഷെയറിൻ്റെയാണ് 5 ലക്ഷം. 5 ലക്ഷത്തിൽ നമ്മുടെ പോർഷൻ എത്രയാണെന്ന് നോക്കുക. അതാണ് നമ്മളിവിടെ ലെസ് ചെയ്യേണ്ടത്. അപ്പോൾ ലെസ് ബോണസ്, ഇതാണ് ബോണസ് ഷെയർ. ഓക്കെ, ബോണസ് ഷെയർ എത്രയാണ്, മൊത്തം 5 ലക്ഷമാണ് എസ് ലിമിറ്റഡ് ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്തേക്കണേ. അതിൻ്റെ 4/5 ഭാഗം. അപ്പോൾ എത്രയാണ്, 4 ലക്ഷം എനിക്കാണ് കിട്ടിയേക്കണത്. ഓക്കെ, അത് ലെസ് ചെയ്തിട്ട് ബാക്കിയുള്ളതാണ് എനിക്ക് എന്തായിട്ട് വരുന്നത്, നമ്മുടെ ഗുഡ് വില്ലായിട്ട് വരുന്നത്. അപ്പോൾ ഗുഡ് വില്ല് ഇവിടെ എത്രയേ ഉള്ളൂ, 40,000 ഉള്ളൂ. ഓക്കെ, അപ്പോൾ കാര്യം മനസ്സിലായോ, എൻ്റെ ഗുഡ് വില്ലിൻ്റെ അളവ് മനസ്സിലായോ. ഗുഡ് വിൽ ഈക്വൽ ടു 40,000. ക്ലിയർ ആയിട്ടോ. അപ്പോൾ ഗുഡ് വിൽ നമ്മുടെ കാൽക്കുലേഷൻ കഴിഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഗുഡ് വിൽ കാൽക്കുലേഷൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് വെക്കണം. ഇനി അടുത്തത് എന്താ വേണ്ടത് നോക്കുക, നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റും കൂടിയും ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പോവാണ്, കാൽക്കുലേഷൻ ഓഫ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് കേട്ടോ. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് അവരുടെ ഷെയർ ക്യാപിറ്റൽ അവർക്ക് എത്രയുണ്ട് നോക്കിയേ. എസിൻ്റെ ഷെയർ ക്യാപിറ്റൽ 5,000 × 5,000 ഷെയറിൽ ഇനി അവർക്ക് ബാക്കിയുള്ളൂ 20,000 ഇയാളുടെ കയ്യിൽ. അപ്പോൾ ബാക്കി 5,000 × 100. ഓക്കെ, 5 ലക്ഷം ഷെയർ ക്യാപിറ്റൽ വരുന്നത് 5 ലക്ഷം. ക്ലിയർ ആയോ. ഇനി ഷെയർ ക്യാപിറ്റലിൻ്റെ കൂടെ പ്ലസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. എത്രയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയണത് നോക്കി നോക്കിയാൽ, അവരുടെ ക്യാപിറ്റൽ പ്രോഫിറ്റായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത് 1,40,000. ഓക്കെ, ഇനി റവന്യൂ പ്രോഫിറ്റായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത് എത്രയാണ് നോക്കിയാൽ, റവന്യൂ പ്രോഫിറ്റായിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത് 60,000. ഓക്കെ, ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. എത്രയ്ക്കാണ്, 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം. ഇനി നമുക്ക് എന്തും കൂടി ഉണ്ട്, അവർക്ക് നമ്മുടെ ബോണസ് ഷെയറും കൂടിയും അവരുടെ പോർഷനും കൂടി അവർക്ക് കിട്ടിയതല്ലേ. അപ്പോൾ അതും കൂടിയും നമ്മളത് എഴുതണം. പ്ലസ് ബോണസ് ഷെയർ എത്രയാണ്, 4 ലക്ഷം ഇവർക്ക്. മൊത്തം 5 ലക്ഷം ഉണ്ടായിരുന്ന 4 ലക്ഷം ഇവർക്ക്. അപ്പോൾ ബാക്കി 1 ലക്ഷം. ഒന്നെങ്കിൽ ഇങ്ങനെ കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. 5 ലക്ഷത്തിൻ്റെ മുകളിൽ 1/5 ഭാഗം അഥവാ 1 ലക്ഷം. അതും കൂടി ആഡ് ചെയ്യാൻ വേണ്ടി കേട്ടോ. ബോണസ് ഷെയറും കൂടിയും അവർക്ക് ആഡ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ ബോണസ് ഷെയർ വന്നപ്പോൾ എന്താ ചെയ്യേണ്ടത്, ആഡ് ചെയ്യണം. അപ്പോൾ എത്രയും വന്നത്, ബോണസ് ഷെയർ ആയതുകൊണ്ടാണ്, കാശാണ് അവരെടുത്തുകൊണ്ടാണ് വെച്ചെങ്കിൽ നമുക്കിവിടെ ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ എത്രയും വരുന്നത്, 8 ലക്ഷമാണ് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഡിവിഡൻ്റ് ആയിട്ടാണെങ്കിൽ നമ്മളവിടെ ചെയ്യാറില്ല, ബോണസ് ഷെയർ ആയതുകൊണ്ടാണ് ആഡ് ചെയ്യണത്. ക്ലിയർ ആയോ. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിച്ചേ പറ്റൂ. അപ്പോൾ എത്രയാണ്, 8 ലക്ഷമാണ് നമ്മുടെ നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ക്ലിയർ ആയോ. അപ്പോൾ എന്താണെന്ന്, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കേ വേണ്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങളൊക്കെ ആയോ, എന്താന്ന് നമുക്ക് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തു, കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നാണ് ഡേറ്റ് വെച്ചെങ്കിൽ അത് കൊടുക്കണം എന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യനിലെ ഡേറ്റ് എന്ന് പറയുന്നത്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് 31 മാർച്ച് 2020 ആണ്. 2020. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വരയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ആദ്യം നമുക്കറിയാം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ്. ഇക്വിറ്റീസ് ആൻഡ് ലയബിലിറ്റീസിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് നമ്മൾ ആദ്യം എഴുതണത്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഓക്കെ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൽ നമുക്ക് നോക്കി ആദ്യത്തെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഫസ്റ്റ് വൺ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അല്ല ഷെയർ ക്യാപിറ്റൽ നമുക്ക് ആദ്യം നോക്കാം. ഷെയർ ക്യാപിറ്റൽ
ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ എത്രയാണ് നോക്കിയാൽ നമ്മുടെ 80 ലക്ഷം. അതിൽ മാറ്റമൊന്നുമില്ലാത്തതുകൊണ്ട് നോട്ട് നമ്പറൊന്നും ഞാൻ എഴുതിയില്ല, നേരെ ഇങ്ങോട്ട് 80 ലക്ഷം. ശരിയായില്ലേ? 80 ലക്ഷം. ഇത് നോട്ട് നമ്പർ, ഇത് എമൗണ്ട് കോളാം, ഇത് നോട്ട് നമ്പർ കോളാം കേട്ടോ. നോട്ട് നമ്പർ കോളം. ഓക്കെ, നോട്ട് നമ്പർ കോളാണ് ഇവിടെ പറഞ്ഞേക്കണം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എത്ര വന്നു? 80 ലക്ഷം. ഓക്കെ, ഇനി അടുത്ത എന്താ വേണ്ടത് നോക്കിയാൽ ഷെയർ ക്യാപിറ്റൽ കഴിഞ്ഞാൽ റിസർവ് ആൻഡ് സർപ്ലസ്. അത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. നോട്ട് നമ്പർ 1 കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ റിസർവ്, നോട്ട് നമ്പർ 1 റിസർവ് ആൻഡ് സർപ്ലസ്. അതിലെന്തൊക്കെയുണ്ട്? ജനറൽ റിസർവ്. ഓക്കെ, എച്ചിൻ്റെ ജനറൽ റിസർവ് എത്രയുണ്ട്? എന്താണ്? 30 ലക്ഷം. ശരിയല്ലേ? അപ്പോൾ 30 ലക്ഷം ഞാൻ ജനറൽ റിസർവ് എഴുതി. ഇനി അടുത്തത് എന്തുണ്ട്? സർപ്ലസ് ഉണ്ട്. സർപ്ലസ് എത്രയുണ്ട് നോക്കി നോക്കിയേ? 10 ലക്ഷം. അപ്പോൾ 10 ലക്ഷവും നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ മൊത്തം ഇവരുടെ മാത്രം 40 ലക്ഷം. ഓക്കെ, ആ 40 ലക്ഷത്തിലെ സർപ്ലസ് എഴുതി കഴിഞ്ഞാൽ ഇനി ആ സർപ്ലസിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം? എന്താണ്? ആഡ് റവന്യൂ പ്രോഫിറ്റ്. എത്രയാണ് പ്രോഫിറ്റ് നോക്കി നോക്കിയേ? റവന്യൂ പ്രോഫിറ്റ് ഞാനിവിടെ മാച്ചൊക്കെ ഇവിടെ എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട്. റവന്യൂ പ്രോഫിറ്റ് ഓഫ് എച്ച് 2,40,000. അപ്പോൾ നമ്മൾ റവന്യൂ പ്രോഫിറ്റ്, ആരുടെ റവന്യൂ പ്രോഫിറ്റ്? എച്ച് എന്നാണ് നമുക്ക് എന്തിന് കിട്ടിയത്? എസിൻ്റെ നിന്ന് കിട്ടിയത് കേട്ടോ. എത്രയാ? 2,40,000. ഓക്കെ, അത്രയും കിട്ടിക്കഴിഞ്ഞാൽ 40 ലക്ഷത്തിൻ്റെ കൂടെ 2,40,000, 42,40,000. ഓക്കെ, 42,40,000 ആണ്. അത് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് നോട്ട് നമ്പർ 1 എന്താണ്? 42,40,000. ഓക്കെ, 42,40,000 എഴുതി. അപ്പോൾ നോട്ട് നമ്പർ 1 ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് അടുത്തത് നോക്കേണ്ടത് റിസർവ് ആൻഡ് എന്താണ്? അടുത്തത് കറൻറ്റ് ലയബിലിറ്റിയാണ്. ഇതിൽ അതിന് മുമ്പ് നമുക്ക് നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് ഒന്ന് എഴുതണം. നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ? എന്താണ്? 8 ലക്ഷം. അത് നമ്മളിവിടെ എഴുതി. നോട്ട് നമ്പർ 2 എന്ന് കൊടുത്തോളൂ കേട്ടോ. അവിടെ നോട്ട് നമ്പർ 2 ആണ്. എന്താണ്? എത്രയാണ്? 8 ലക്ഷം. ഓക്കെ, നോൺ കൺട്രോളിങ് ഇൻട്രസ്റ്റ്. ഇനി കറൻറ്റ് ലയബിലിറ്റിയാണ്. നമ്മൾ കറൻറ്റ് കറൻറ്റ് ലയബിലിറ്റീസിൽ ഏതാണ്? നമുക്ക് അതിൽ ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റേഴ്സ് എത്രയാണ് കറൻറ്റ് ലയബിലിറ്റി നോക്കാം കേട്ടോ. നോട്ട് നമ്പർ 3. ഓക്കെ, നോട്ട് നമ്പർ 3 കറൻറ്റ് ലയബിലിറ്റീസ് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. ഇതിൽ വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നുമില്ലല്ലോ. അപ്പോൾ ഒന്ന് വേഗം ആഡ് ചെയ്ത് വെച്ചാൽ മതി. 20 ലക്ഷവും എന്താണ്? 5 ലക്ഷവും. 25 ലക്ഷം അല്ലേ വന്നേക്കണത്. അപ്പോൾ അത് 20 ലക്ഷം അവിടെ ജസ്റ്റ് ഒന്ന് എഴുതി ചെയ്താൽ മതി. എച്ചിൻ്റെ ക്രെഡിറ്റേഴ്സ് എച്ച് 20 ലക്ഷം, ക്രെഡിറ്റേഴ്സ് 20 ലക്ഷമാണ്. അപ്പോൾ ഒരു 0 കൂടിയും വേണം. അപ്പോൾ 20 ലക്ഷം. ക്രെഡിറ്റേഴ്സ് എന്താണ്? എസിൻ്റെ 5 ലക്ഷം. അങ്ങനെ മൊത്തം 25 ലക്ഷം. ഓക്കെ, 25 ലക്ഷം. അപ്പോൾ നമ്മൾ നോട്ട് നമ്പർ 3 25 ലക്ഷം. ഇനി വേറെ ഒന്നുമില്ലല്ലോ, വെറുതെ ടോട്ടൽ ചെയ്തിടുക. അപ്പോൾ എത്ര നോക്കാം? ടോട്ടൽ എത്രയാണ് നോക്കാം കേട്ടോ. എന്താണ്? 80 ലക്ഷം, 40 ലക്ഷം, 1 ലക്ഷം, 1 കോടി 20 ലക്ഷം, 1 കോടി 20 ലക്ഷം, 28, 1 കോടി എത്രയാണ് വന്നതെന്ന് നോക്കിയാൽ ടോട്ടൽ 1 കോടി 30, 40, 50 എന്നാണ്. 1 കോടി 55,40,000. 1 കോടി 55,40,000. ഓക്കെ, 1 കോടി 55,40,000. ക്ലിയർ ആയോ? ഇനി നമുക്ക് അസറ്റിൽ അതുപോലെ കിട്ടുന്നുണ്ടോ നോക്കാം. അപ്പോൾ അസറ്റ്സ് എന്ന് മെയിൻ ഹെഡിങ് കൊടുത്തു. അതിൽ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ നോൺ കറൻറ്റ് അസറ്റ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എഴുതാം കേട്ടോ. ഫിക്സഡ് അസറ്റിൽ എന്തൊക്കെ ഐറ്റംസ് നോക്കാം. ഫിക്സഡ് അസറ്റിൽ നമുക്ക് വേറെ ഒന്നുമില്ല അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. നോട്ട് നമ്പർ 4 എത്ര വയ്ക്കുക? ഫിക്സഡ് അസറ്റ് ഓഫ് എച്ചിൻ്റെ എത്രയാണ് വരണത്? എച്ചിൻ്റെ ഫിക്സഡ് അസറ്റ് 70 ലക്ഷം. ഓക്കെ, ഇനി അടുത്ത എന്താ? എസിൻ്റെ ഫിക്സഡ് അസറ്റ് ഓഫ് എസ് എത്രയാണ്? 25 ലക്ഷം. അപ്പോൾ 70, 80, 95 ലക്ഷം. 95 ലക്ഷം. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഫിക്സഡ് അസറ്റ് നോട്ട് നമ്പർ 4 95 ലക്ഷം. ഓക്കെ, പിന്നെ അടുത്ത് എന്താ? ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതണ്ട. ഇനി കറൻറ്റ് അസറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലേ. അപ്പോൾ കറൻറ്റ് അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് എഴുതണ്ട കേട്ടോ. നമുക്കറിയാം അത് ഇവരെ നിന്ന് വാങ്ങിച്ചതാണ്. 2 കമ്പനിയുടെയും അസറ്റ് കൂട്ടിച്ചേർക്കുകയാണ്. കറൻറ്റ് അസറ്റിൽ എത്രയാണ്? 40 ലക്ഷവും 20 ലക്ഷവും. അപ്പോൾ നോട്ട് നമ്പർ 5 കറൻറ്റ് അസറ്റ് ഓഫ് എച്ച് 40 ലക്ഷം.
കറണ്ട് അസറ്റ് ഓഫ് എസ് എത്ര വന്നു? 20 ലക്ഷം. 40ഉം 20ഉം എത്ര വന്നു? 60 ലക്ഷം. ഓക്കെ, നോട്ട് നമ്പർ 5 കഴിഞ്ഞില്ലേ? ഇനി വേറെ ഒന്നുമില്ലല്ലോ, കറണ്ട് അസറ്റ് മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞു. അപ്പോൾ ഫിക്സഡ് അസറ്റും കറണ്ട് അസറ്റും അസറ്റ്സ് അല്ലേ. അപ്പോൾ എന്താണ് 95 ലക്ഷവും 60 ലക്ഷവും ശരിയായില്ലേ? 95ൻ്റെ കൂടെ 60 ഇതായ. അയ്യോ, ഒരു കാര്യം കൂടി മറന്നു കേട്ടോ, ഗുഡ് വിൽ, അത് മറന്നതാണ്. അപ്പോൾ ഗുഡ് വിൽ അതും കൂടി എഴുതിയാലേ കാര്യം നടക്കുള്ളൂ. നമ്മൾ ഗുഡ് വിൽ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കണ്ടോ? ഗുഡ് വിൽ എത്രയുണ്ട്? 40,000. അതും കൂടി നമ്മളിവിടെ എഴുതണം കേട്ടോ. അത് വേണമെങ്കിൽ നോട്ട് നമ്പർ, അപ്പോൾ ഇത് 6 എന്ന് കൊടുത്തോ. നോട്ട് നമ്പർ 5 ഗുഡ് വിൽ എത്രയാണ്? ഗുഡ് വില് 40,000. ഗുഡ് വിൽ കറണ്ട് അസറ്റിന് മുകളിൽ എഴുതണം. നോട്ട് നമ്പർ 5 ഇത് കൊടുത്തു കേട്ടോ. ഇനി നോട്ട് നമ്പർ 6 ആക്കിക്കോ ഇത് കറണ്ട് അസറ്റ്. അപ്പോൾ എന്താണ്? 60 ലക്ഷം. അപ്പോൾ എത്രയും നോക്കിയേ, എന്താണ്? 95 ലക്ഷവും 60 ലക്ഷവും 1,55,00,000. 1,55,40, 1,55,40,000. ക്ലിയർ ആയോ? അപ്പോൾ എത്രയാണ് വന്നേന്ന്? അപ്പോൾ അത് നമ്മുടെ കഴിഞ്ഞു. 1,55,40,000. ഓക്കെ, അപ്പോൾ ടാലിയായില്ലേ? നമ്മുടെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ടാലിയായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ കണക്ക് ചെയ്യേണ്ടത്. അത്യാവശ്യം വലിയ കണക്കാണ്. നമുക്ക് ഇത്രയും വെയിറ്റേജിൻ്റെ നല്ലൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയോ ബോണസ് ഷെയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്? അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്